السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് സൂറത്തുൽ മുൽക്കിലെ 15, 16, 17 ഈ 3 ആയത്തുകളാണ്. ആദ്യം നമുക്ക് ഈ 3 ആയത്തുകളും പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കാം. ശേഷം ഈ ആയത്തുകൾ നമുക്ക് സംഘമായി ഓതാം. എല്ലാവരും സൂറത്തുൽ മുൽക്കിലെ 17ാമത്തെ ആയത്തിലേക്ക് ശ്രദ്ധിച്ച് നോക്കുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه. الذي ദാലാണ്, ദാലായി പോവാൻ പാടില്ല. ജഅല ലക്കും ഐന് ശ്രദ്ധിക്കണം. ജഅല ലക്കുമുൽ അർള ദലൂല എന്നല്ല, ദാലാണ്. ദാൽ എന്ന് പറയുന്ന ഹർഫ് എവിടെ നിന്നാണ് ഉച്ചരിക്കേണ്ടത്? നാവിൻ്റെ തല മേലെ, മുൻപല്ലിൻ്റെ താഴെയറ്റം. ذلولا فامشوا في مناكبها. ذلولا فامشوا അവിടെ മണിക്കണം, ഇഖ്ഫാ ചെയ്യണം, മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. فامشوا في مناكبها وكلوا من رزقه. ഇവിടെ പലരും റി എന്ന് ഓതാറുണ്ട്. അത് ശരിയായ രൂപത്തിലുള്ള പാരായണമല്ല. റാഇൻ്റെ അവസ്ഥകളിൽ നിന്നുള്ള ഒരവസ്ഥയുണ്ടല്ലോ, തർക്കീഖ്, നേരിയതായ രൂപത്തിൽ. അങ്ങനെയാണ് ഇവിടെ ഓതേണ്ടത്. മിർ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. ഇവിടെ മണിക്കണം, ഷദ്ദുള്ള നൂനാണല്ലോ, മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. വഇലൈഹിൻ നുശൂർ. അടുത്ത ആയത്ത്. أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور. أأمنتم. ഇവിടെ പല രൂപത്തിലുള്ള ഖിറാത്തുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മളെങ്ങനെയാണ് ഓതേണ്ടത്? അഅമിൻതും, 2 ഹംസയുണ്ട്. അഅമിൻതും മൻ ഫിസ്സമാ. ഈ ഒരു പദം ശ്രദ്ധിക്കണം. കാരണം അഅമിൻതും മൻ ഫി, എത്ര ഉന്നത്തുകളാണുള്ളത്. ഈ ഉന്നത്തുകളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട്, ഇത്രയും ഉന്നത്തുകളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ ഈ പദം ഓതണം. ശേഷം അസ്സമാ, മദ്ദും ഉണ്ട്. യഖ്സിഫ്, അവിടെയും ഒരു മണിക്കലുണ്ട്. ഈ ഒരു ആയത്തിൽ ഒരുപാട് ഉന്നകളുമുണ്ട്, മദ്ദുമുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, എല്ലാ ഉന്നത്തും കൊടുത്തുകൊണ്ട് തന്നെ ഓതണം. ഒന്നുകൂടി ഈ ഒരു ആയത്ത് ശ്രദ്ധിച്ച് കേൾക്കൂ. അഅമിൻതും മൻ ഫിസ്സമാഇ അൻ യഖ്സിഫ ബികുമുൽ അർള ഫഇദാ ഹിയ തമൂർ. ഇങ്ങനെ ഓതണം. അഅമിൻതും മൻ ഫിസ്സമാ, ഇങ്ങനെ തന്നെ. അസ്സമാ ഇവിടെ നന്നായി മദ്ദ് ചെയ്യുകയും ചെയ്യണം. അൻ യഖ്സിഫ്, സാക്കിന നൂന് ശേഷം യാ വന്നു. ഇദ്ഗാമും ബിഗുന്ന, മണിച്ചു ഇദ്ഗാം ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. ബികുമുൽ അർള ഫഇദാ ഹിയ തമൂർ. അടുത്ത ആയത്ത്. أم أمنتم من في السماء أن
يرسل عليكم حاصبا أم أمنتم ഇവിടെ മണിക്കണം أم أمنتم من في السماء. ഈ ഒരു ആയത്തിലും തൊട്ടു മുമ്പുള്ള ആയത്തിൽ പറഞ്ഞതുപോലെ ആ ഉന്നകളും അതേപോലെ തന്നെ മദ്ദും എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഓതണം. അയ്യുർസിൽ ഇവിടെയും മണിക്കണം. അലൈക്കും ഹാസിബ ഐനാണ്. അലൈക്കും ഹാസിബ ഹാസി സ്വാദാണ് ശ്രദ്ധിക്കണം. ഫസതഅലമൂന കൈഫ നദീർ. ഫസതഅലമൂന ഐൻ ശ്രദ്ധിക്കണം. കൈഫ നദീർ നദീർ റായിനെ തർക്കീഖ് അഥവാ നേരിയതായ രൂപത്തിലാണ് ഉച്ചരിക്കേണ്ടത്. ഒന്നുകൂടി ഈ ആയത്ത് ശ്രദ്ധിച്ചു കേൾക്കൂ. അം അമിൻതും മൻ ഫിസ് സമാഇ അൻ യുർസില അലൈക്കും ഹാസിബൻ ഫസതഅലമൂന കൈഫ നദീർ. ഇനി ഈ 3 ആയത്തുകളും നമുക്ക് സംഘമായി ഓതാം. ഓരോ ആയത്തുകളും 2 തവണ ഓതും. ആദ്യത്തെ തവണ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയും രണ്ടാമത്തെ തവണ എൻ്റെ കൂടെ അതേപോലെ ഓതുകയും ചെയ്യുക. എന്നാൽ നമുക്ക് പാരായണത്തിലേക്ക് കടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور. هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور. أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور. أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور. أم أمنتم من في السماء أن يرسل عليكم حاصبا فستعلمون كيف نذير. أم أمنتم من في السماء أن يرسل عليكم حاصبا فستعلمون كيف نذير. ഇത്രയും ആയത്തുകൾ ഇതേപോലെ ഓതി പഠിക്കുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.